അടുത്തയാണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി. നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ബാക്കിൽ കാണുന്ന ഒന്നാണ്. ഇത് ഫുള്ളി ലോങ് ആണ്. C7, തൊറാസിക് അപ്പോൾ എത്ര വരും? T12, ലംബാർ L5, ദെൻ സാക്രൽ 5 ആൻഡ് C4 ഇത്രയാണ് വരുന്നത്. ഇത് വരാനുള്ള സ്പൈനൽ കോഡ് ഇഞ്ചുറി വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ആണ്. അപ്പം വന്ന് ഇടിച്ച് ബാക്കിൽ നിന്ന് ഇപ്പം നമ്മൾ പതുക്കെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരാൾ വന്ന് സ്പീഡിൽ വന്ന് ഇടിക്കുന്നത്, നമ്മൾ വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വന്ന് വണ്ടി ഇടിക്കുന്ന ഒക്കെ കാരണങ്ങളാണ്. പിന്നെ വന്ന് വീഴുന്നത് ഒരു റീസണാണ്. ട്രോമാറ്റിക് ഇഞ്ചുറീസ്, പിന്നെ ഇങ്ങനെ ഗൺ ഷോട്ട് വഴി, പിന്നെ എന്താണ് മെഷീനകത്തൊക്കെ നമ്മൾ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിലൊക്കെ ഇഞ്ചുറി സംഭവിക്കാം. ആൻഡ് ട്വിസ്റ്റിംഗ് ഓഫ് ദ മിഡിൽ ഓഫ് അവർ ബോഡി ഒക്കെ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് ആർക്കൊക്കെയാണ്? യങ് ആയിട്ടുള്ള അഡൾട്ട്സിനാണ്. ബിക്കോസ് അവരുടെ ഒരു സ്പീഡായിട്ടുള്ള വണ്ടി ഓട്ടിക്കുന്നത്, നോർമൽ ഓട്ടിക്കുന്നെങ്കിൽ തന്നെ വരാം. പിന്നെ മെന്നിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് വെച്ചാൽ ഫസ്റ്റ് വണ്ണാണ് ഹൈപ്പർ എക്സ്റ്റൻഷൻ. അതായത് നമ്മുടെ തല ബാക്കിലോട്ട് പോകുന്നതാണ് ഹൈപ്പർ എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ. ഇതിൻ്റെ അടുത്ത് ഹൈപ്പർ ഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഹെഡ് എന്ത് ചെയ്യും? ഫോർവേഡ് പോയി ഇടിക്കുന്നതാണ് ഹൈപ്പർ ഫ്ലക്ഷനും, ബാക്കിലോട്ട് പോകുന്നതാണ് ഹൈപ്പർ എക്സ്റ്റൻഷനും. അടുത്തയാണ് ആക്സിയൽ ലോഡിങ്. അതായത് നമ്മുടെ ഹെഡിലോട്ട് ഒരു സിവിയർ ആയിട്ടുള്ള ബ്ലോ വരുന്നതാണ് ആക്സിയൽ ലോഡിങ്. പിന്നെ നാലാമത്തെയാണ് കംപ്രഷൻ. നമ്മുടെ വേർട്ടിബ്രയുടെ മുകളിലും താഴെയായിട്ട് നമുക്ക് വരുന്ന ഒരു ഫോഴ്സാണ്. ദ ഫോഴ്സ് എബവ് ആൻഡ് ബിലോ, മുകളിൽ നിന്നും താഴെ നിന്നും ഒരു ഫോഴ്സ് വരുന്നതാണ് കംപ്രഷൻ. കംപ്രഷൻ നടത്തുക. അടുത്താണ് ഓവർ റൊട്ടേഷൻ. നമ്മുടെ ഹെഡ് നമുക്ക് ഒരു പെർട്ടിക്കുലർ സൈഡിലോട്ട് തിരിക്കാൻ പറ്റും. ഒരുപാട് അങ്ങ് ബാക്കിലോട്ട് തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് ബാക്കിലോട്ട് തിരിക്കുന്നത് വഴി അങ്ങനെ വരാം. നമ്മൾ തിരിക്കുന്നത് വഴിയല്ല, എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മൾ തല ഫുള്ളായിട്ട് തിരിഞ്ഞു പോകുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഓവർ റൊട്ടേഷൻ എന്ന് വെച്ചാൽ ആണ് ഹെഡ് മൂവ് ടുവേർഡ്സ് വൺ സൈഡ്, ദെൻ സെർവിക്കൽ വെർട്ടിബ്ര ആർ ഫോഴ്സ്ഡ് ബിയോണ്ട് ദ നോർമൽ റേഞ്ച്. അടുത്തയാണ് പത്തോഫിസിയോളജി. ഒന്നാമത്തെ നമുക്ക് പ്രൈമറി ആയിട്ട് ഒരു ഇഞ്ചുറി സംഭവിച്ചു, എന്തെങ്കിലും ഒരു ഇനിഷ്യലായിട്ടുള്ള ഒരു ട്രോമ കാരണം സംഭവിച്ചു. അടുത്തതാണ് സെക്കൻഡറി ഇഞ്ചുറി എന്ന് വെച്ചാൽ ഇനിഷ്യൽ റെസ്പോൺസ് സംഭവിക്കുകയും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ബോഡി റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ബോഡി റെസ്പോൺസ് കോംപ്രമൈസ്, ATP ഡിപ്പെൻഡൻറ്റ് ഫോഴ്സസ്, അങ്ങനെയൊക്കെ ഉണ്ട്. വാസ്കുലർ ചേഞ്ചസ് സംഭവിക്കും, അരക്കിഡോണിക് ആസിഡ് ഫ്രീ റാഡിക്കളൊക്കെ. ദെൻ സ്റ്റേബിൾ എന്ന് പറയുന്നത് ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് ദ അഫക്റ്റഡ് പാർട്ട് വുഡ് റിസൾട്ട് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കൂല, കുഡ് നോട്ട് റിസൾട്ട് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്. വേറെ അൺസ്റ്റേബിൾ അത് ഇറ്റ് കോസസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താ ഈ കംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചറി? ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇഞ്ചറി കോസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മോട്ടോർ റീസൺസ് കൊണ്ടും, മോട്ടോർ ആൻഡ് സെൻസറി ഫങ്ഷൻസ് സ്റ്റോപ്പ് ബിയോണ്ട് ദ ലെവൽ ഓഫ് ഇഞ്ചുറി. അതായത് ഇപ്പം കഴുത്തിനാണ് ഇഞ്ചുറി സംഭവിച്ചെങ്കിൽ കഴുത്തിന് താഴോട്ട് പിന്നെ പാരാലിസിസ് എന്ന് വീക്ക്നെസ്, ആ ഒരു പെർട്ടിക്കുലർ ബോഡിയുടെ താഴോട്ട് വീക്കായിരിക്കും. ഇപ്പം വയറ്റിൽ അവിടുത്തെ, അതായത് ഇപ്പം തൊറാസിക്കാണ് ലംബാർ, ആ ഒരു റീജിയന് താഴോട്ട് മേ ബി പാരാലിസിസ് സംഭവിക്കും. ഇപ്പം സീസസ് ബിലോ ദ ലെവൽ ഓഫ് ഇഞ്ചുറിയാണ് കംപ്ലീറ്റ് സ്പൈനൽ ഇഞ്ചുറി എന്ന് വിളിക്കുന്നത്. അടുത്ത എന്താ? ഇൻകംപ്ലീറ്റ് സ്പൈനൽ ഇഞ്ചുറി. ടൈപ്പ് ഓഫ് ഇൻകംപ്ലീറ്റ് സ്പൈനൽ ഇഞ്ചുറിക്കകത്ത് വരുന്നതാണ് സെൻട്രൽ കോഡ് സിൻഡ്രോം. അപ്പം നമ്മൾ ആ ഒരു സെൻട്രൽ പാർട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ മേജർ ഡെഫിസിറ്റ് സംഭവിച്ചത്. ഇനി ആൻറ്റീരിയർ കോഡ് സിൻഡ്രോം ഉണ്ട്, പോസ്റ്റീരിയർ കോഡ് സിൻഡ്രോം ഉണ്ട്, ലാറ്ററൽ കോഡ് സിൻഡ്രോം ഉണ്ട്. സോ ആൻറ്റീരിയർ കോഡ് സിൻഡ്രോം എന്ന് പറയുന്നത് പെയിനും ടെമ്പറേച്ചർ മോട്ടോർ ഫങ്ഷൻ എല്ലാം ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് താഴെയായിട്ട് നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. അടുത്തത് ബ്രൗൺ സിക്വാഡ് സിൻഡ്രോം എന്ന് പറയുന്ന ഇതിന് നമ്മൾ ലാറ്ററൽ ക്വാഡ് സിൻഡ്രോം എന്നും വിളിക്കും. എപ്സി ലാറ്ററൽ പാരാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അടുത്തതാണ് പോസ്റ്റീരിയർ കോഡ് സിൻഡ്രോം, പിന്നെ ക്വാഡ എക്വിന സിൻഡ്രോം. ഇവിടെ നമ്മുടെ ബൗലും ബ്ലാഡർ മൂവ്മെൻറ്റും ആ ഒരു ഫങ്ഷനിങ് എല്ലാം നഷ്ടപ്പെടുക ചെയ്യുന്നത്.
അടുത്തയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ഒന്നാമത്തത് ന്യൂറോളജിക്കൽ ലെവലിൻ്റെ താഴെ അവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെയാണ് ഇഞ്ചറി സംഭവിച്ചതെങ്കിൽ ഇതിൻ്റെ താഴോട്ട് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നഷ്ടപ്പെടും. ന്യൂറോളജിക്കൽ ലെവലിന് താഴെയായിട്ട് എല്ലാ ഫങ്ഷൻസും നഷ്ടപ്പെടും. ദെൻ ബ്ലാഡർ ആൻഡ് ബൗവൽ ഫങ്ഷൻസ് നഷ്ടപ്പെടാം. ആൻഡ് ബ്ലഡ് പ്രഷർ കുറയാം. അതായത് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് സംഭവിക്കാം. പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കാരണം ബ്ലഡ് പ്രഷറിന് റിഡക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതെല്ലാം കുറയും. വാസോമോട്ടോർ ടോണ് എല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പം ക്വാഡ്രിപ്ലീജിയ ആയിരിക്കാം, പാരപ്ലീജിയ ആയിരിക്കാം. അത് നമുക്ക് വരുന്ന ഇഞ്ചുറി അനുസരിച്ചാണ് മാറുന്നത്. ഇനി എന്തൊക്കെ ഡയഗ്നോസ് ചെയ്യാം? എക്സ്റേ എടുത്ത് നോക്കാം, പിന്നെ പൈലോഗ്രാഫി ചെയ്യാം, അതായത് നമ്മുടെ സ്പൈനൽ കോഡിൽ ചെയ്യുന്നതാണ്. CT സ്കാന്, MRI, അതായത് CT സ്കാൻ, MRI, എക്സ്റേ എല്ലാം എടുത്ത് നോക്കാൻ പറ്റും. പിന്നെ ABG ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് നോക്കാം. പിന്നെ മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഈ പേഷ്യൻ്റ് ഇമ്മൊബിലൈസ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ നമുക്കൊരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തലയങ്ങ് എടുത്തങ്ങ് മൂവ് ചെയ്യുക ചെയ്യുന്നത്. പേഷ്യൻ്റ് എന്തുകൊണ്ടാണ്, ഏത് പാർട്ടിലാണ് ഇഞ്ചറി പറ്റിയത് നമുക്കറിയില്ല. സോ നെവർ ഇമ്മൊബിലൈസ് ദ പേഷ്യൻ്റ്. അങ്ങനെ തന്നെ അങ്ങ് ഇമ്മൊബിലൈസ് ചെയ്യാതെ. കാരണം ഇപ്പം ഇവിടെ ഈ സർവിക്കൽ റീജിയനിലൊക്കെയാണ് ഇഞ്ചുറി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് പെട്ടെന്ന് ഡെത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു സ്പൈനൽ ബോർഡ് ഇപ്പോൾ ആംബുലൻസ് വിളിക്കുന്നെങ്കിൽ സ്പൈനൽ ബോർഡിൻ്റെ ഹെൽപ്പോട് കൂടി എടുത്ത് പേഷ്യൻ്റെ മാറ്റാനായി ഷിഫ്റ്റ് ചെയ്യാൻ ചെയ്യുക. അല്ലാതെ പതുക്കെ പേഷ്യൻ്റെ ഇമ്മൊബിലൈസ് ചെയ്യുക. ആ ഒരു സ്പൈനൽ കോഡിനൊന്നും പ്രശ്നം പറ്റാത്ത രീതിയിൽ. പിന്നെ അക്യൂട്ട് ഫേസ് ഫാർമക്കോളജിക്കൽ ഹൈ ഡോസ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മീഥൈൽ പ്രെഡ്നിസോളൻ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ പ്രൊഗ്നോസിസ് കൂടാതെ തന്നെ ഡിസബിലിറ്റീസ് ഡിക്രീസ് ചെയ്യും. ഇഞ്ചുറിക്ക് ഒരു 8 hours വിത്തിനാണ് ഇത് സംഭവിക്കുന്നത്. റിഡക്ഷൻ എന്ന് പറയുന്നത് കാർഡ്നസ് വെൽ ടങ്, അതായത് ഇതെങ്ങനെയെന്നറിയാമോ, നമ്മളിപ്പം സ്കിൻ ട്രാക്ഷൻ, സ്കെലറ്റൽ ട്രാക്ഷൻ ഒക്കെ ഇടത്തില്ല, അതേപോലെ സ്പൈനൽ കോഡ് ഇഞ്ചുറി പേഷ്യൻസിന് ഇങ്ങനെ ഒരു സാധനം ഇടും. പിന്നെ വേറെ ഉണ്ട് മിനോർവ ആൻഡ് ഹലോവേഴ്സ്, പിന്നെ സോഫ്റ്റ് ആൻഡ് ഹാർഡ് ടെക്നിക്കൊക്കെ. പിന്നെ ഫിക്സേഷൻ ആൻഡ് ഫ്യൂഷൻ ഉണ്ട്. ഇത് സ്റ്റെബിലൈസേഷൻ, വെർട്ടിബ്രൽ ഫ്രാക്ചറിന് അതിനൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. സർജിക്കൽ മാനേജ്മെൻറ്റ്, അത് സർജിക്കൽ ഡീകംപ്രഷൻ ഉണ്ട്. ദെൻ കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് UTI ആണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു പേഷ്യൻറ്റിന് ബൗവലിനും ബ്ലാഡറിനും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് മൂത്രം ഒഴിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണും. കാരണം എന്താണ്, ഓൾറെഡി ബ്രെയിനിലാണ് ഇതിൻ്റെ ഒരു മൂത്രം ഒഴിക്കണം എന്ന തോന്നൽ ഉണ്ടാക്കുന്ന ഒരു റീജിയൻ. അവിടെ ഈ പറയുന്ന സ്പൈനൽ കോഡിലോട്ട് മെസ്സേജ് അയച്ച് പിന്നെ ബ്രെയിനിലോട്ട് സ്പെൻഡ് ചെയ്ത്, കാരണം അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് പോലും സ്വന്തം ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സമയമാണിത്, സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ. സോ ഇത്തരത്തിൽ നമ്മൾ പേഷ്യൻസിന് എന്ത് ചെയ്യും, കത്തീറ്റർ ഇട്ട് കൊടുക്കും. ഡെയിലി ബേസിസിൽ കത്തീറ്റർ എല്ലാ ദിവസവും ഡെയിലി ഇങ്ങനെ കത്തീറ്റർ ഇടുകയാണെങ്കിൽ പേഷ്യൻസിന് അത് ഡിസ്കംഫേർട്ടായിരിക്കും. ഡിസ്കംഫേർട്ടിലുപരി പിന്നെ ഇപ്പം ഇത്തരത്തിലുള്ള പേഷ്യൻസിന് നമ്മൾ ചെയ്യാറെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ദിവസം തന്നെ യൂറിനേറ്റ് ചെയ്യണം എന്ന് യൂറിനേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക്. ഓൾറെഡി ഇപ്പം കുറച്ചൊരു 1 ലിറ്റർ വെള്ളം കൊടുത്തെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് എപ്പോഴാണോ നമ്മൾ വെള്ളം കൊടുക്കുന്നത് അതിന് ഒരു 1 മുതൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ബോഡിയിൽ നിന്നും അത് എലിമിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് യൂറിൻ റിമൂവ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും കത്തീറ്റർ ഇടുന്നത് വഴി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇട്ടു പിന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യല്ലേ പൊതുവെ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന പേഷ്യൻസിന് ഒരു കത്തീറ്റർ തന്നെ 10-12 തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യൂസ് ആൻഡ് വാഷ് റീയൂസ് ടെക്നിക്ക് വഴി നമ്മൾ ചില കത്തീറ്റേഴ്സ് ഇതിന് വേണ്ടി ഇൻബിൽഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ക്ലയൻസിന് കൊടുക്കാവുന്നതാണ്.
ദെൻ പ്രഷർ അൾസേഴ്സ് വരും. കാരണം എന്താണ്, ഇത് എപ്പോഴും പേഷ്യൻ്റ് അങ്ങ് കിടക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് വരാം. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകും, ന്യൂമോണിയ വരാം. കാരണം എന്താ, പേഷ്യൻ്റ് ഇമ്മൊബിലൈസ്ഡ് ആണ് അവിടെ. അപ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അവർക്ക്, പ്രഷർ സോറ് വരാം, ആൻഡ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും ഉണ്ട്. ഒരു നേഴ്സസ് മാനേജ്മെൻറ്റിനകത്ത് നമുക്ക് ഡയഗ്നോസിസ് ആയിട്ട് എന്തൊക്കെ പറയാം, ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് പറയാം, ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ പറയാം, പേഷ്യൻ്റ് അക്യൂട്ടായിട്ടുള്ള പെയിൻ കാണണം, ഇമ്പയർഡ് ഫിസിക്കൽ മൊബിലിറ്റി കാണാം, ഇമ്പയർഡ് സ്കിൻ ഇൻറ്റഗ്രിറ്റി പറയാം, പേഷ്യൻ്റ് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ടെൻഷൻ കാരണം എക്സസീവ് ആൻസൈറ്റി കാണും, കാരണം വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു റീഹാബിലിറ്റൈസേഷനാണ്. ഇനി അവർക്ക് റീഹാബിലിറ്റേഷൻ ആണ് ചെയ്യുന്നത്. ഫിസിക്കലി റീഹാബിലിറ്റ് ചെയ്യാം, ഒക്യുപ്പേഷനലി ചെയ്യാം. ഒക്യുപ്പേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ ഇവർക്ക് കാലിലാണ് ഫുൾ പ്രശ്നം, പാരാലിസിസ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കൈ കൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യിപ്പിക്കാം. പിന്നെ കയ്യിലും കാലിലും ഇവിടെ മുതൽ അങ്ങോട്ടാണ് പാരാലിസിസ് ഉണ്ടെങ്കിൽ വാ കൊണ്ട് ചില ആളുകൾ എഴുതുന്നതൊക്കെ കണ്ടില്ലേ, പെൻസിലൊക്കെ പിടിച്ച്, അങ്ങനത്തെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാം. പിന്നെ അവർക്ക് മെൻ്റൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. ദെൻ സ്പീച്ച് തെറാപ്പി, പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സോ പ്രിവെൻഷനായിട്ട് പറയുന്നത് ബൈക്ക് ആക്സിഡൻറ്റ് വരാതിരിക്കാൻ നോക്കുക, സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് നല്ലത്. പിന്നെ പേഷ്യൻ്റ് ഫോൾ ആവാതിരിക്കാൻ സൈഡ് റെയിൽസ് ഇട്ട് കൊടുക്കുക, അതൊക്കെ ചെയ്യാം. സോ സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞു. എന്താണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി, എന്താണ് ഇതിൻ്റെ ഒരു എറ്റിയോളജിക്കൽ റീസൺസ്, പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് പേഷ്യൻ്റിന് പെയിൻ അനുഭവപ്പെടാം, പിന്നെ പാരാപ്ലീജിയ, ക്വാഡ്രിപ്ലീജിയയുടെ കാര്യം ഡിസ്കസ് ചെയ്തു. ഓക്കെ, പ്ലീജിയ വീക്ക്നെസ് ഉണ്ടാകും, പാരാലിസിസ് സംഭവിക്കാം. അങ്ങനെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് എക്സ്റേ, CT സ്കാൻ, MRI അതൊക്കെ ചെയ്യാം. ദെൻ മാനേജ്മെൻ്റായിട്ട് സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. സർജിക്കൽ ഡീകംപ്രഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ഫിക്സേഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ റീഹാബിലിറ്റൈസേഷൻ, സ്പീച്ചിൻ്റെയൊക്കെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. പിന്നെ നമുക്ക് ഒരുപാട് കത്തീറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം ഇവരുടെ കാര്യമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ബൗവൽ ആൻഡ് ബ്ലാഡറിന് പ്രശ്നം ഉണ്ടാവുമോ എന്ന് പറഞ്ഞായിരുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഇതിന് പുറമെ അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ പ്രഷർ അൾസർ വരാം, പ്രഷർ സോറ് വരാം. ഓക്കെ, പ്രഷർ സോറ്, പിന്നെ ന്യൂമോണിയയ്ക്കുള്ള ചാൻസും കൂടി ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്.